ആരോ പറഞ്ഞു നീ എന്റേതെന്ന്, വെള്ളാരം കല്ലേ നീ എന്റേതെന്ന്. ആരോ പറഞ്ഞു നീ എന്റേതെന്ന്, വെള്ളാരം കല്ലേ. ചേട്ടൻ പറഞ്ഞുതരും, ഞാൻ പാടാം, എനിക്ക് കൊതിയായിട്ടാ. ശ്മശാന ഭസ്മധാരിണി സ്മരാന്തക പ്രിയങ്കരി. അയ്യോ വേണ്ട. ഭയങ്കരനാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ, ശരിക്കും പറഞ്ഞല്ലേ സിനിമാ ലോകത്തിന് നിങ്ങക്ക് നഷ്ടമാണ്, നഷ്ടം. നിങ്ങൾ അങ്ങനെ തന്നെ 72 മേളകർത്തരാഗത്തിലും പാട്ട് എഴുതുന്ന ആഗ്രഹമുണ്ട്. ദശാവതാര കീർത്തനങ്ങൾ ചെയ്തു, 10 കീർത്തനം ചെയ്തു വെച്ചു, സോമാൻ ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇപ്പൊ എഴുതാൻ പറഞ്ഞൊരു 10 മിനിറ്റ് പാട്ട് എഴുതി ഇത്രേ ഉള്ളു. കോച്ചല്ലൊരു 300 കൂടി പാട്ട് എഴുതിയിട്ടുണ്ട്. പാട്ട് എഴുതിയിട്ട് വേറെ പേപ്പറും ഇല്ല, അത് മാർക്കർ മാത്രം കിടന്നു. ക്ലോസറ്റിനകത്ത് പാട്ട് എഴുതിയോളാം. MG സാറിനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ മനസ്സിലേക്ക്? മൂവന്തി കുങ്കുമതിലകം ചൂടും നിൻ സുന്ദര രൂപം വർണ്ണിക്കാൻ വാക്കുകൾ പോരം. നീ വന്നേ, നീ എന്നെ പാട്ട് പഠിപ്പേര്, നീ ഒരേ പറ്റി പറഞ്ഞ അറിയാല്ല എന്റെ കാര്യം. പക്ഷെ അങ്ങനെ ആരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ വിറയ്ക്കോ ഞാൻ. അപ്പൊ ചില കിടമ്പോ അവിടുന്ന് ഇവിടുന്ന് വിളി വരുന്നത്. 2 ദിവസം 2 മില്യൺ ആൾക്കാരുണ്ട് അക്കൗട്ടിൽ. ഇദ്ദേഹത്തിന്റെ പാട്ടേ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നുണ്ട് പാടുന്നല്ല, പുള്ളി പാടുന്നത് പുള്ളിയുടെ പാട്ടാണ് കേൾക്കുന്നത്. അത് MG ടച്ച് എന്ന് പറഞ്ഞത്. ഇപ്പൊ ചേട്ടന്റെ അടുത്തൊരു തലമുറ ചേട്ടൻ അങ്ങനെ പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നല്ലൊരു ചോദ്യമാണ്. അല്ല, ഒത്തിരി ചെയ്യുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സോപാന സംഗീതം ബാബുനാരായണന് പിന്നിലും മുമ്പും പിമ്പും ഇങ്ങനെ നാക്കി തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ കുറേ ചെയ്ത് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട് എനിക്ക് സോപാന സംഗീത ലോകത്ത്. എഴുത്തിൽ 72 മേളകർത്തരാഗത്തിലും പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദശാവതാര കീർത്തനങ്ങൾ ചെയ്തു, 10 കീർത്തനം ചെയ്ത് വെച്ചു, സോപാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഈ ഞാൻ പഠിച്ചിട്ടുള്ളതില്ലേ നമ്മുടെ അഷ്ടപതി, അതിനകത്തില്ലേ, അതിനകത്ത് ഇങ്ങനെ ദശാവതാരങ്ങളെ കുറിച്ച് ഒന്നാമത്തെ അഷ്ടപതി ഒറ്റ പാട്ടത്തിന് തീരുവ. ഇതിപ്പോ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും പ്രത്യേകിച്ച് പാട്ടായിട്ട് ഓരോ ആൾക്ക് 10 അവതാരങ്ങളെ കുറിച്ചും ഇത്. അത് മറ്റേ അഷ്ടപതിയിലുള്ള ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതായിട്ടുണ്ട്, എനിക്ക് 4 ലൈനോ അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് 10 പേരെ കുറിച്ചും പറയുന്നുണ്ട്. 10 പേരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിപ്പോ കേട്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. അപ്പം ഇതിങ്ങനെ ഓരോന്നും എഴുതുമ്പോഴേക്കും എന്താ പറയാ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നാൽ, അല്ലെങ്കിൽ ചേട്ടൻ ഗുരുതുല്യനാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു സജഷൻ ചോദിക്കാൻ ചെല്ലുമ്പോൾ നീ എന്താ ചോദിക്കുന്നത് ആണോ? എന്താ? എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഷീബ, അവള് പിന്നെ സംസ്കൃതത്തിന് 1 ടാങ്ക് വായിച്ചോളാ. ഞാൻ സംശയം പദങ്ങൾ വയ്ക്കും, അവർ തിരിച്ച് എന്നോടാ ചോദിക്കുന്നത്. അങ്ങനത്തെ പദം ഇല്ലാത്തോണ്ടാണ്. അല്ല, നമുക്ക് എങ്ങനെ താൻ വന്ന് വീഴുന്നുണ്ട്, ദൈവാധീനം തോന്നുന്നു. സാധനങ്ങളൊക്കെ പ്രാസമൊക്കെ കറക്റ്റ് വന്ന് വീഴുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു പോകുന്ന അറിയത്തില്ല. നമ്മൾ ഈ പാട്ടുകൾ എഴുതുമ്പോഴത്തേന് ഈ പ്രാസത്തിന്റെ കുറെ കളികളുണ്ടല്ലോ, അത് ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എറിക്കാനായിട്ട് എളുപ്പമുണ്ട് എന്നുള്ളത്. പ്രാസം പദങ്ങളും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ അതികഠിനമായ പദങ്ങളൊന്നും വെച്ച് പാട്ട് എഴുതിയിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ആശയത്തിന് തന്നെ പാട്ടിന് പ്രാധാന്യം. എത്രയും ലളിതമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ മനസ്സിലാവുന്നത്. സാധാരണക്കാരൻ മനസ്സിലോട്ട് ചെല്ലണമെങ്കിൽ ഈ സോപാന സംഗീതത്തിൽ ഒരു സിമ്പിളായ പാട്ട് ഇതായിരിക്കും സിരസ് വരും എന്നുള്ള പാട്ട്. അതുകൊണ്ടാണ് അത്രയും പോപ്പുലർ ആയത്. ഈ സംഗീതത്തിനൊക്കെ പ്രാധാന്യമുള്ള അനേകം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ പഠിച്ച് പാടാൻ പ്രയാസമാണ്. ഞാൻ പെട്ടെന്ന് ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും. ഈ എളുപ്പത്തിൽ പഠിക്കാനുള്ള പാട്ടുകളല്ലേ കുറച്ചുകൂടി ഉണ്ടാക്കാൻ എളുപ്പം, കുറച്ചുകൂടി അങ്ങനെയുള്ളതല്ലേ. ചേട്ടൻ ഇതിനു വേണ്ടി ഇരിക്കോ? ഇല്ല, ഇപ്പൊ എഴുതാൻ പറഞ്ഞൊരു 10 മിനിറ്റ് പാട്ട് എഴുതി അങ്ങനെ. എനിക്കൊരു ഒന്ന് ട്രൈ ചെയ്യാവോ? എന്താ പാട്ട്? എങ്ങനെയുള്ള പാട്ടുകൾ? എനിക്കല്ല, സോപാന സംഗീതമൊക്കെ പെട്ടെന്ന് എഴുതുന്നൊക്കെ പറഞ്ഞപ്പോഴേ. ഈ ശ്മശാനത്ത് വസിക്കുന്ന ആളല്ലേ, ശ്മശാനത്തെ ഭസ്മം ചൂടുന്ന, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ശ്മശാന ഭസ്മധാരണി. അടുത്ത പദാന്തരം വരും സ്മരാന്തക പ്രിയങ്കരി. സ്മരൻ കാമദേവനെ ചുട്ടല്ലോ. ചേട്ടൻ പറഞ്ഞുതരും, ഞാൻ പാടാം, എനിക്ക് കൊതിയായിട്ടാ. അതിന്റെ തിശ്രം തന്നെ പാടാം. ശ്മശാന ഭസ്മധാരിണി, ശ്മശാന ഭസ്മധാരിണി സ്മരാന്തക പ്രിയങ്കരി, കൈതഴാം ഭയങ്കരി സദാശിവ കുടുംബിനി. ഇങ്ങനെ എഴുതാം. വാക്യല്ലേ?
നമ്മുടെ ചുമ്മാ പോകുന്ന മനസ്സിൽ കണ്ടാൽ മതി. ഖഡ്ഗകേടഭൂഷണി കപാലഹാരധാരിണി നിനക്ക് എങ്ങനെ ഭയങ്കരന. നമ്മൾ വിചാരിക്കുന്ന പോലല്ലേ ശരിക്കും പറഞ്ഞല്ലേ സിനിമാ ലോകത്തിന്റെ നിങ്ങക്ക് നഷ്ടമാണ് നഷ്ടം. നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോ? ഞങ്ങൾ സോപാന സംഗീത ആൾക്കാർ എടുത്തിട്ട് പോകും. ഇത് ഞാൻ ഈ 10 വർഷത്തിന് മുമ്പ് ഈ ഓച്ചർ സരിഗമ സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പാട്ട് ഈ ദാരികന്റെ സമയത്ത് എഴുതാ. ദാരികന്റെ മുമ്പ് ഒരു പാട്ട് എഴുതിയായിരുന്നു. അപ്പൊ ഈ ദാരികന്റെ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു എഴുത്താറുണ്ട്, ഒരു സുബീസ് പടന്നില്. അന്നീ നമ്മുടെ ഈ പഴയ പാട്ടില്ലേ, അച്ഛനും മുളച്ച അച്ഛ നമ്മൾ ഇറങ്ങിയ വഴി ഏതാണച്ച, ഒരു ഭയങ്കര 2 കിലോമീറ്റർ നീളമുള്ള പാട്ട്. അതൊരു മനുഷ്യൻ വെറുതെ ഇരുന്ന് പല അമ്പലങ്ങളിൽ കുത്തിരുന്ന് എഴുതുന്നു. സുബീസ് പടന്നില്ല. ഞാൻ പണി കൊള്ളാലോ എന്ന് വിചാരിച്ചു. എല്ലാ അമ്പലത്തിലും ഒരു ഇതായിരിക്കും. അപ്പൊ അത് അവിടെ സജിയണ്ണ SK സിനി ഹോം സജിയണ്ണായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓച്ചറിനോട്. അന്നേരം ഈ സുബി ചേട്ടാ നിന്നെ സജിയണ്ണൻ വിളിച്ചത്, ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. സജിയണ്ണ എന്നോട് നീ എന്താ വിളിക്കാതെ? ഞാൻ എന്നെ തേടി എന്നെ വിളിക്കും. സജിയണ്ണൻ പിന്നെ എന്നെ വിളിച്ചു. ഞാൻ അവിടുത്തെ ആസാനം എഴുത്താനെ തീർന്നു. ഓച്ചറിൽ 300 കൂടി പാട്ട് എഴുതിയിട്ടുണ്ട്. അവിടുത്തെ സോപാനം വെച്ചിട്ടുണ്ട്. സജിയണ്ണന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോഴേ നമ്മളിപ്പോൾ യാത്രയായിരിക്കുമല്ലോ, വിളിക്കും ഡാ മോനെ ഡാ സ്റ്റുഡിയോ നിൽക്കോളാ ഒരു പാട്ട് പാടാം. പേനയും കാണും പേപ്പറും കാണത്തില്ല. അവിടെ നിന്ന് സിഗരറ്റ് പറയില്ല. പനിച്ചൂരൻ പറയുന്ന പോലെ. പനിച്ചൂരനൊക്കെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ പനിച്ചൂരൻ പാട്ട് എഴുതിയിട്ട് പേനയും പേപ്പറും ഇല്ല, മാർക്കർ മാത്രം കിടന്ന് ക്ലോസറ്റിനകത്ത് പാട്ട് എഴുതിയോളാം. അത് പാട്ടെന്ത് ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെയുള്ള മനുഷ്യനായിട്ട് അങ്ങനെയുള്ള സഹവാസമായിരുന്നു നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നേ പോയി. അപ്പോൾ ഇതൊരു ആവേശമായിട്ട് പിന്നെ ഈ സജ്ജൻ്റെ ഇതും പിന്നെ അവിടെ കയറി പേപ്പർ എടുക്കുക എന്തായാലും എഴുതി. അത് നമ്മൾ ഫസ്റ്റ് വരെയല്ല നമ്മളുണ്ടാക്കുന്നത്. പുള്ളി വേണമെങ്കിൽ പറയും ശരി രാജരാജേശ്വരി എടാ ഇത് അങ്ങനെ തുടങ്ങണ്ട കേട്ടോ. പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അന്ന് CD ഉണ്ട്, CD-യുടെ കവറങ്ങ് അടിക്കും വിൽക്കാനുള്ളത്. പുള്ളി 10 പേരെ എഴുതി വെക്കുന്നതില്ലേ, രാജരാജേശ്വരി ശങ്കരി ശിവശങ്കരനെ സെറ്റാക്കി വെക്കും. എന്നിട്ട് പിന്നെ അവിടെ മ്യൂസിക് മരിച്ചുപോയി അനന്ത് ബിജുവന്തേഷൻ. അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ട് പുള്ളിയും അത് വെച്ചിട്ടോട് ചെയ്തു. പിന്നെ പുള്ളിയുടെ രാജരാജേശ്വരി പുള്ളിയുടെ രാജരാജേശ്വരി എന്നൊരു പുള്ളിയെ കൂടെ ഉണ്ട്. പുള്ളി എന്നിട്ട് കുറച്ച് സാധനങ്ങൾ പാടിക്കിടും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പേപ്പറിന് ബാക്കി നമ്മൾ എഴുതി അപ്പം പാട്ടും കൊടുത്ത് പാട്ടുകാരൻ നിൽക്കുമായിരിക്കും അവിടെ. പാട്ടുകാരൻ സ്പീഡാണ്. അവരും 10 മിനിറ്റ് കൊണ്ട് പാട്ടും പാടിയിട്ട് പോകും. ഇവര് വേറെ ലെവലാണ്, ഇവര് വേറെ യൂണിവേഴ്സാണ്. നമ്മൾ അല്ല അവിടെ തല പകരാൻ സമയമൊന്നുമില്ല. അല്ല അങ്ങനെ ചിന്തിക്കുന്ന പിന്നെ അവസരമില്ല കേട്ടോ. അത് ഞാൻ അന്നേ പഠിച്ച ഒരു സാധനം ചോദിച്ചാൽ അന്നേരം കൊടുക്കുന്നവർക്ക് മാത്രമേ അവസരമുള്ളൂ. എന്നെ ഇപ്പം ഇന്നൊരു പാട്ട് ഏൽപ്പിച്ചാൽ നാളെ വൈകിട്ട് ഞാൻ പാടി തിരിച്ചു കൊടുക്കും. റെക്കോർഡ് ചെയ്ത് ഓർക്കസ്ട്ര ചെയ്യിപ്പ് ആരെയും കൊണ്ടെങ്കിൽ ഓർക്കസ്ട്ര ചെയ്യിച്ച് നാളെ വൈകിട്ട് പാട്ട് കൊടുക്കും. അത്രയും സ്പീഡാണ്. അതുകൊണ്ട് വർക്കുകൾ ഏറ്റവും കൂടുതലുണ്ട്. ഒരു സർക്കിൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന അതായത് ഓർക്കസ്ട്ര ടീം ആണെങ്കിലും? അതെ ഉണ്ട്. പിന്നെ നമ്മുടെ നല്ല സർക്കിളുണ്ട്. ഒരു പാട്ട് ചെയ്യും പിന്നെ ആൾ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, നല്ലതായിരിക്കും. ഒരു അഞ്ചൽ വേണിച്ചേട്ടനുണ്ട്. നിരവധി പാട്ടില്ല 10,000 കൂടുതൽ പാട്ട് പുള്ളി ഓർക്കർ ചെയ്തതാണ്. പുള്ളിയൊക്കെ നമ്മളെ പരമാവധി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്തല്ലേ ഞാൻ പറയും വേണിച്ചേട്ടാ പാട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടുന്ന് വിളിക്കുന്നത്. വേണിച്ചേട്ടാ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് പാടിക്കണേ. ഇവിടുന്ന് അവിടെ ചില മേടിച്ചിട്ട് അതിൻ്റെ ഒരു ബേസ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കും. പിറ്റേന്ന് ഓർക്കസ്ട്ര ഫ്ലൂട്ടൊക്കെ വായിച്ചിട്ട് അതിന് പിറ്റേന്ന് പാട്ടും കൊടുത്തിരിക്കും. അതത്ര സ്പീഡുള്ള മനുഷ്യന്. ഇവിടുത്തെ പുതിയ ജനറേഷൻ ആണെങ്കിൽ ഒരു പാട്ട് ആണെങ്കിൽ 4-5 ദിവസമാണ് ഒരു പാട്ട് ഓർക്കസ്ട്ര ചെയ്യുന്നത്. ഇത് പുലികളായി വിട്ടിരിക്കുന്ന മൊത്തം. അല്ല കുറെ മാസങ്ങളായിട്ട് ആ ഒരു വർക്കിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന കുറെ പ്രൊജക്ട്സ് ഉണ്ട്. ഞാൻ 1-2-3 ദിവസം ഒരാഴ്ച അതാണ് 14 പാട്ടൊക്കെ 2 ആഴ്ച പോലും എടുത്തില്ല പാടി. MG ശ്രീമാനെ കൊണ്ടും ചിത്രനെ കൊണ്ട് പാടിച്ച് ഔട്ട് കൊടുക്കാൻ. MG സാറിനെ പറ്റി പറയുകയാണെങ്കിലേ പെട്ടെന്ന് എന്താ മനസ്സിലാക്കിയത്? MG ശ്രീമാറിനെ പറയുക അതൊരു ദൈവം. ഞാൻ ആദ്യം പാടിക്കാൻ ചെന്നപ്പോൾ എനിക്ക് എന്തോ ഒരു 10 മണിക്ക് അദ്ദേഹം വരുമെന്ന് പറയും. ടൈമിങ് ഭയങ്കര കേട്ടോ. ഒട്ടും തന്നെ വിളിച്ച് ബാബു പെട്ടെന്ന് പോയി അത് സാധനം സെറ്റ് ചെയ്തിട്ടാൻ പറഞ്ഞു. അവിടെ കൂടി ചെന്ന് ചെയ്ത് 10 മണിയായപ്പോൾ ഉണ്ട് ഡോറിൽ നിന്നിപ്പോൾ ഒരു പ്രകാശം. അവർക്കൊരു ഇതിൽ കഴിവിൻ്റെ ഒരു ഓറ കാണുമല്ലോ എന്തായാലും അവർക്ക് കയറി വരുന്നത്. പക്ഷെ ആ പുള്ളി നമ്മൾ പലരാട് ചേർത്താണ് പിടിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഞങ്ങൾ എൻ്റെ അമ്പലത്തിലെ പാട്ട അത് എഴുതിയിരിക്കുന്നത് അനീഷ് ഗോപിനാഥനാണ്. പുള്ളി നല്ല എഴുത്താണ്. പുള്ളിയൊക്കെ ആയിരുന്നു ഈ നന്ദമോഹത്തിന് ഭജൻസിനെ അടുക്കി എന്നിട്ട് ഇത് എഴുതി ആരാന്നറിയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ടീം, കമൻ്റ് ഇടുന്ന ടീം. അന്നേരം MG കൊണ്ട് പഠിച്ചത് ഇതാ: മൂവന്തി കുങ്കുമതിലകം ചൂടും നിൻ സുന്ദര രൂപം വർണ്ണിക്കാൻ വാക്കുകൾ പോരമ്മേ. വെൺതിങ്കൾ പുന്നൊളി വിതറും ദേവി നിൻ മഞ്ജുളഹാസം എന്നുള്ളിൽ വന്നു വിളങ്ങണം. ശ്രീ കളരിവാതുക്കലമ്മേ കനിവേകിടേണമേ അമ്മേ
തിരുചരണം തൊഴുവതിനായി ശരണം തരണം അമ്മേ. ഇങ്ങനെ പാട്ടായിരുന്നു. നല്ല പാട്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പാടി. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ടേ പാട്ട് പാടി കഴിഞ്ഞു. ഞാൻ ചെന്നിട്ട് പേപ്പറിനകത്ത് ശ്രീ കളരിവാദിക്കലമ്മമാരെ കുറിച്ച് അനീഷ് ഗോപിനാഥൻ മൺട്രോത്തിലെത്തി ഗാനം ബാബുനാഥൻ്റെ സംഗീതത്തിൽ പാടുന്നതിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് പറയിക്കാൻ സാധനം എഴുതിക്കൊണ്ട് കൊടുത്തു. നീ വന്നേ, നീ എന്നെ പാട്ട് പഠിപ്പേര്, നീ ഒരേ വരി പറഞ്ഞ ഇത്രയല്ല അച്ഛൻ്റെ ഒരു പക്ഷെ അങ്ങനെ ആരും സമ്മതിക്കുന്ന കാര്യമൊന്നും. അപ്പം ഞാൻ വിറയ്ക്കുമോ ഞാൻ മൂവന്തി കുങ്കുമതിൽ. അപ്പോൾ പുള്ളി തെറ്റിച്ച് പാടുന്നു. എന്നടാ അറിഞ്ഞോണ്ട് തന്നെ എന്നിട്ട് ഞാൻ പാടുന്ന സാധനമൊക്കെ എന്നുള്ളിൽ പുള്ളി അതിൻ്റെ മോഡുലേഷനൊക്കെ പാടി. ആ ഒരു വീഡിയോ എൻ്റെ പിറ്റേന്നുണ്ട്, അന്ന് രാത്രി ഇട്ട് എൻ്റെ പിറ്റേന്ന് ഞങ്ങളെ റീൽസ് എടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ചില നമ്പർ അവിടെ നിന്ന് ഇവിടുന്നെല്ലാം വിളി വരുന്നത്. 2 ദിവസം 2 മില്യൺ ആൾക്കാരുണ്ട് അക്കൗണ്ടിൽ നിന്ന്. ആ മനുഷ്യന് തൊട്ട അടുത്തൊരു പാട്ട് ഇപ്പം അക്ഷരത്തിൽ അങ്ങോട്ട് പോയിരിക്കുമല്ലോ. ഇന്ന് വേറെ വർക്കാൻ അദ്ദേഹത്തിന് പാടി ഒരു മരിയന്റെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഗാനമേള ഭയങ്കര വൈബാണ്. MG സാറിന്റെ ഭക്തിഗാനമേള. അതല്ല, നമ്മള് അതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഞാൻ ശ്രദ്ധിച്ചത്. വേടന്റെ ഒക്കെ പാട്ടുകളൊക്കെ ആളുകൾ വൈബടിക്കുന്ന ഒരു ടൈമിന്ന് പെട്ടെന്ന് ഒരു ഭക്തിഗാനം കൊണ്ട് ആളുകളെ ഇളക്കി മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റ്സും കാര്യങ്ങളൊക്കെ. ഇദ്ദേഹത്തിന്റെ പാട്ടേ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നോണ്ട് പാടുന്നല്ല പുള്ളി പാടുന്നത്. പുള്ളിയുടെ പാട്ടാണ് കേൾക്കാൻ പറ്റും. MG ടച്ച് എന്ന് പറഞ്ഞത്. MG ടച്ച് എന്നാ നമ്മൾ ചെയ്ത സാധനം അല്ലാതെ കാണുന്നതാണ് പുള്ളി. അതൊക്കെ മേലെ ആക്കി വേറെ തരും. ഒരു പൂ കൊടുത്ത പൂക്കാലാക്കി തരും എന്ന് പറയണ പോലെ. നമ്മുടെ പാട്ടുകളൊക്കെ അവരെ പോലുള്ള ലെജൻസ് ഒക്കെ പാടി കേൾക്കുമ്പോഴേക്കും എന്റെ സിനിമ പാട്ട് കേൾക്കണം അത് കേൾക്കണം. അത് അദ്ദേഹം പാടിയ ആരോ പറഞ്ഞു നീ എന്റേതെന്ന് വെള്ളാരം കല്ലേ നീ എന്റേതെന്ന് സാധനം പുള്ളി പാട്ടിട്ട്. ഇപ്പൊ ഫീമേല് ആരോ പറഞ്ഞു നീ എന്റേതെന്ന് കാക്കക്കറുമ്പാ നീ എന്റേതെന്ന്. പൊന്നാനിലി മുകളിൽ പാടും കള്ളിപ്പൂങ്കുയിലേ കണ്ണാരം പൊത്തി നടക്കും കാക്കോത്തിക്കിളിയേ മധുചന്ദ്രികേ മലർവല്ലികേ ഇവളെന്റെ മാത്രം സുന്ദരി. ഈ തൂവൽ കൊട്ടാരം ആ ഒരു സിനിമയിൽ ആ സമയത്തുള്ള ഒരു പാട്ടുകളിലേക്ക് കുറെ കാലം മുമ്പ് ഈ സാധനം ഫീല് വന്നത് നല്ല രസം പാടി. നല്ല രസമുണ്ട്. ഇനി ചേട്ടന്റെ പ്ലാൻ ഒക്കെ എന്തൊക്കെയാ? അതായത് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാൻ ഇങ്ങനെ വേണം, ഈ വർഷം ഇങ്ങനെ പോകണം, അങ്ങനെയൊക്കെ? പ്ലാന് ഞാൻ എല്ലാവർക്കും പറയാനുണ്ട്. എനിക്കൊരു ഗിന്നസ് റെക്കോർഡും വേണം, ഒരു ദേശീയ അവാർഡും വേണം. അതെന്തായാലും കിട്ടും. ഇപ്പൊ തന്നെ ഇത്രയായി. ഇതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അറിയപ്പെടുന്ന ഒരാളാവണമെന്ന് ഒരാഗ്രഹം. പിന്നെ കുറേ പ്രൊജക്റ്റുകൾ എഴുത്തിനൊത്തിരി ശ്രദ്ധ കൊടുക്കണം വലിയ ആഗ്രഹമുണ്ട്. എഴുത്തിപ്പോൾ ഈ പുറമോട്ട് നിൽക്കുക. എന്ത് കാരണം എന്നറിയാം, എഴുത്തിന് പൈസ ഇല്ല. എല്ലാ പ്രൊജക്റ്റിൻ്റെയും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ എഴുത്തുകാരാണ്. അവർക്ക് പൈസ അവരെവിടുന്നെങ്കിലും പൈസയൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ടെന്നായിരിക്കും ചെയ്യുന്നത്. ഈ വന്ന കാലത്ത് സോഷ്യൽ ഇത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു കിട്ടത്തില്ല. കാരണം പൈസ നമുക്ക് നഷ്ടമാണ്. നേരത്തേക്ക് CD ഒക്കെ വിറ്റ പൈസ ഉണ്ടാക്കായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. ഒരു പ്രശസ്തിക്ക് വേണ്ടി മാത്രം ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എഴുത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു പാട്ട് എഴുതുന്ന ആളായതുകൊണ്ട് ചോദിച്ചാട്ടോ. ചോദിക്കാമോന്ന് എനിക്കറിയില്ല. കഥ എപ്പോഴെങ്കിലും എഴുതി നോക്കിയിട്ടുണ്ടോ? എഴുതി നോക്കി കഥയുണ്ട്, പക്ഷെ അത് നമുക്ക് വഴങ്ങത്തില്ലെന്നറിയാം. പാട്ടാൻ പറ്റും, അല്ല ലേഖനം പോലും എഴുതാൻ എനിക്കറിയത്തില്ല. പാട്ട് പറ്റും. പാട്ട് എന്തായാലും വരും. അത് പാട്ട് ഉള്ളിലുള്ളത് കൊണ്ടാണ് അത് വരുന്നത്. നടക്കും. എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ, കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്.